ജം തക്കിട്ട ജം കിടതക തരി കിടതക തരി തജം തക ജം ജം തക്കിട്ട ജം കിടതക തരി കിടതക തങ്കം കാച്ചുന്ന മഞ്ഞൾ പൂവാക ചേർത്തു നല്ലോരെണ്ണ തേച്ചു പൊന്നാമ്പൽ പൊയ്കൈ നീരാടും നീരമാ തീവാരക്കൊട്ടിൽ ചാന്താടും കാലമാ ചവിട്ടി വലത്തു നേരെ തിരിഞ്ഞു ചാടി ചവിട്ടി മടക്കി തുള്ളി പന്തിയിട്ടിരുന്നു. മഞ്ഞിൽ കുതിർന്നാടും പൊന്നിന്നാട ഒന്നൊന്നായടിഞ്ഞും നിന്നെ നെഞ്ചിൽ ചിണ്ടുമല്ലിപ്പൂവിൻ നേർത്ത ചെല്ലക്കൂമ്പുലഞ്ഞും സർഗ എന്ത് തോന്നുന്നു ഇപ്പൊ? പാട്ട് പാടി കഴിഞ്ഞപ്പോ ഒരു സമാധാനം ഉണ്ടല്ലേ. എന്താണ് ഈ സോങ്, എന്ത് ധൈര്യത്തിലാണ് നീ സെലക്ട് ചെയ്തത്? എനിക്ക് പണ്ടോട്ടേ ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടോട്ടേ ഏതെങ്കിലും സ്റ്റേജിൽ പാടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കറക്റ്റ് അല്ലേ? കറക്റ്റ് വേദിയിലാണ് ഇനി ഒന്നും പേടിക്കാനില്ല. നിങ്ങൾ ശരിക്കും ചാടിച്ചവിട്ടി അല്ല, ഇത് പറയാൻ വേണ്ടി എന്നോട് പറഞ്ഞപ്പോ ചേട്ടൻ എന്നെ ചവിട്ടുമെന്നുള്ളൊരു പേടിയിലാണ് ഞാൻ ചുമ്മാ അതൊന്നുകൂടി പറയോ? കൂട്ടിച്ചവിട്ടി വലത്തു നേരെ തിരിഞ്ഞു ചാടി ചവിട്ടി മടക്കി തുള്ളി പന്തിയിട്ടിരുന്നു. ചവിട്ടി മടങ്ങി ചവിട്ടി മടങ്ങി അല്ല, ഞങ്ങൾ രണ്ടും കൂടെ പറയാം. കൂട്ടിച്ചവിട്ടി വലത്തു നേരെ തിരിഞ്ഞു ചാടി ചവിട്ടി മടങ്ങി തുള്ളി പന്തിയിട്ടിരുന്നു. ഒരു കളരിപ്പയറ്റിന്റെ ഏരിയയിൽ വന്നിരുന്ന പോലെ കുഴപ്പമില്ല. സർഗ അടിപൊളിയായിട്ട് പാടി മോളെ. താങ്ക് യു സർ. ഇത് ശരിക്കും പറയാ ഗിരീഷേട്ടൻ ശരത്തേട്ടൻ റൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ആക്ച്വലി ഇതിനെ. കാരണം ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ശരത്തേട്ടൻ റൗണ്ട് ഇവിടെ വെക്കണം അല്ലേ? അത് വേണ്ടി ഒറ്റപ്പാട്ട് റൈറ്റ്സും ഇല്ല, ഒറ്റപ്പാട്ട് പാടാനും പറ്റില്ല. അങ്ങനത്തെ ഉണ്ടാക്കി വെച്ചേക്കാം. ട്രിബ്യൂട്ട് ശരത് സർ. മോളെ ഗംഭീരായിരുന്നു മോളെ. താങ്ക് യു സർ. എനിക്ക് ഈ പാട്ടിനോട് ഭയങ്കര സ്നേഹമാണ്. ചെയ്ത ആളിനോ ഈ മനുഷ്യൻ എന്റെ ജീവനാണ്. ഒന്നും പറയാനില്ല. ഈ മനുഷ്യൻ ഹീസ് സംതിങ് എൽസ്.
കാരണം ഈ ഒരു സോങ് ഇപ്പം കേൾക്കുമ്പോഴും പുതിയതാണ്. അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ആണെങ്കിലും അത് ശിവമണി അല്ലേ, ശിവമണി സാറാണ് അത് പ്രോഗ്രാം ചെയ്തത്. എന്താ പറയുക, കുറേ ലെജൻസ്, ചിത്ര ചേച്ചി, അങ്ങനെ കുറേ ലെജൻസ് ഒന്നിച്ച ഒരു ഭയങ്കര പാട്ട്. ലാലേട്ടൻ അതിൽ സ്പ്ലിറ്റ് അടിച്ചിരിക്കുന്ന സീനൊക്കെ ഇല്ലേ, അതൊക്കെ അത്ഭുതമായിരുന്നു ആ സമയത്ത്. മോള് ഗംഭീരമായിട്ട് പാടി മോളെ. എനിക്ക് ഞാൻ ആ പാട്ടിൻ്റെ ഫീലിനകത്തായിരുന്നു ആക്ച്വലി ത്രൂ ഔട്ട് ദ സോങ്. എനിക്ക് മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയും, അത് നമുക്ക് കേൾക്കാം. പക്ഷെ ഐ വാസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ സോങ്. മോളെ ഭയങ്കര രസമായിട്ടാണ് മോള് പാടിയത്. സൂപ്പർ മോളെ, സൂപ്പർ. എനിക്ക് വേറൊന്നും പറയാനില്ല കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. ഇങ്ങനെ തന്നെ പോട്ടെ. താങ്ക് യു ഷാനിക്ക. ഹരിചേട്ടാ എന്താ പറയുക, ഇതൊരു ഗംഭീര സോങ്. മോള് നന്നായിട്ട് പാടി. അതിന്റെ പ്ലാൻസ് ഒക്കെ വാസ് ഗുഡ്. തിങ്കൾ പൂന്തൽ, അതിന്റെ നെക്സ്റ്റ് ലൈൻ അല്ലേ, മഞ്ഞൾ പൂവാക ചേർക്ക, അതൊന്ന് പാടാം. മഞ്ഞൾ പൂവാക ചേർത്തു നല്ലോരെണ്ണ തേച്ചു. ആ നോട്ട്സ് ഒന്നും ആ സമയത്ത് പാടിയപ്പം ക്ലിയർ ആയിരുന്നില്ല. നല്ലോരെണ്ണ തേച്ചു തേച്ചു. അത് എത്തണം അവിടെ, താരേ തേച്ചു. ആ പക്ഷെ നമ്മൾ അതിങ്ങനെ കാണിക്കുകയും ചെയ്യരുത്. അങ്ങോട്ടേക്കാണ് പോണേന്ന് കാണിച്ചത്, ഷെയ്ഡ് പോലെ കൊടുത്ത്. നല്ലോരെണ്ണ തേച്ചു. അതായിരുന്നു എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയത്. ബാക്കിയൊക്കെ മോളുടെ പ്രായത്തിനനുസരിച്ച് മോള് രസമായിട്ട് തന്നെ പാടി. ഇത് പിന്നെ ചിത്രമായി അത്രയും ഉഗ്രനായിട്ടാണ് പാടി വെച്ചേക്കുന്നത്. ഇതിൻ്റെ അപ്പുറം പാടാനും പറ്റില്ല. അതിൻ്റെ എക്സ്പ്രഷൻസ് ആണെങ്കിലും പിന്നെ ഗിരീഷ് ഏട്ടൻ്റെ റൗണ്ട് ആയതിന് ഇതിനപ്പുറം ഒരു നല്ല പാട്ട് എടുക്കാൻ പറ്റില്ല. അത് ആപ്പ് സോങ്. സൂപ്പർ സ്റ്റാറിൽ ഇപ്പം എന്താ പറയുക, എല്ലാം കൊണ്ടും തികഞ്ഞൊരു പാട്ട്. ശരത്തേട്ടൻ്റെ പാട്ട്, ഗിരീഷ് ഏട്ടൻ്റെ പാട്ട്, വെരി നൈസ്. മോക്ക് ചേർന്നൊരു പാട്ട് കൊണ്ടാണ് വന്നത്. നന്നായിട്ട് പ്രസന്റ് ചെയ്തു. വെരി നൈസ്, നൈസ് പെർഫോമൻസ്. ശരത് സർ, സർഗയുടെ പാട്ടിനെ കുറിച്ച് പറയണതിന് മുന്നേ ഈ പാട്ട് കമ്പോസ് ചെയ്ത സമയത്തുള്ളൊരു മെമ്മറി എന്തായാലും നമ്മളോട് ഷെയർ ചെയ്യണം. ഇതെനിക്ക് ഓർമ്മയുള്ളത്, ഇത് കമ്പോസ് ചെയ്ത് ട്രിവാൻഡ്രത്ത് ഒരു കായലിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ വെച്ചാണ് ഇത് കമ്പോസ് ചെയ്യുന്നത്. കാര്യം രാവിലെ ആ കായലും ഒക്കെ കണ്ടിട്ട് ഒരു വല്ലാത്ത മൂഡായിരുന്നു. അപ്പോൾ ഈ മാലയം ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരു ഇറോട്ടിക് പാട്ടാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ സമയത്തൊന്നും തോന്നിയില്ല ഇതിന് ഈ സിറ്റുവേഷൻ എത്രയോ പാട്ട് ചെയ്യാം. കാര്യം ഈ കളരിയായിട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ടാണ് ഞാനൊരു സെമി ക്ലാസിക്കൽ ലെവലിൽ ഇത് ഇരിക്കട്ടെ, കുറച്ച് ഡീസൻസി ആയിക്കോട്ടെ, എണ്ണത്തോണിയാണെങ്കിലും ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു പാട്ടാണ്. ഞാനിങ്ങനെ പെട്ടെന്ന് TK രാജീവ്കുമാർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡയറക്ടർ രാജീവേട്ടനെ ഞാനിങ്ങനെ ഓർക്കുകയാണ് ഈ ഒരു പടത്തിന്. കാര്യം അത് ഇങ്ങനെ കൂടെ നിന്ന് വർക്ക് ചെയ്തത് നല്ല രസമായിരുന്നു. അപ്പോൾ ഈ ഗിരീഷ് അണ്ണാച്ചി പാട്ട് എഴുതിയതും അത് അതിമനോഹരമായിട്ട് ഈ മാലയം എന്നുള്ള ആ ഒരു തുടക്കത്തിൽ തന്നെ ആ പാട്ടിൻ്റെ എല്ലാം ഉണ്ട്. വേറെ എന്ത് എഴുതിയിട്ടും കാര്യമില്ല. പിന്നെ ചിത്ര ചേച്ചി വന്നത് ഒരു തമാശയുണ്ട്, അത് വേണം ഞാനിപ്പോൾ പറയാം. അപ്പം ചേച്ചി വന്നു. ചേച്ചി നമുക്ക് എന്താ നമ്മുടെ സ്വന്തം ചേച്ചിയല്ലേ. അപ്പം ചേച്ചിയെടുത്ത് ആ സമയത്ത് ഇപ്പം ഈ ഒരു 95 അത്രയ്ക്ക് ചേച്ചിയാന്നേ ഉള്ളൂ. ഒരു അത്ര ഇപ്പോൾ ഉള്ള പോലെ ഒരു അടുപ്പം ഇപ്പം ആകുമ്പോൾ എന്ത് വേണം വിളിച്ച് പറയാൻ ചേച്ചിയെടുത്ത്. അതില്ല. അപ്പം എനിക്കിതാണെങ്കിൽ ഇറോട്ടിക് പാട്ടാണ്, മാലയും മാറോടലിഞ്ഞും. അപ്പോൾ ചിത്ര ചേച്ചി വന്നപ്പോൾ ചിത്ര ചേച്ചി വിചാരിച്ചത് ഏതോ ഭക്തിപ്പാട്ടാണ്. മാലയം എന്നൊക്കെ കണ്ടപ്പോഴേ കൃഷ്ണനും ചേച്ചി ഭയങ്കര ഭക്തിയാണല്ലോ. അപ്പോൾ കൃഷ്ണ മാലയം മാറോടലിഞ്ഞു കൃഷ്ണ, മൈക്കണ്ണിൽ മാമ്പ് വിരിഞ്ഞു കൃഷ്ണ എന്ന് വിളിച്ചു. ചേച്ചി ഇങ്ങനെ ഭക്തി മാർഗത്തിൽ അവസാനം എനിക്കിത് ഒരു പറഞ്ഞ് ഫലിപ്പിക്കുന്നതിന് എനിക്കൊരു പരിധിയുണ്ട് ഒരു സഹോദരനായിട്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ചേച്ചി മാലയം മാറോ എന്നൊക്കെ പാടിക്കോ, ശരത്തെ തൊണ്ടയടപ്പാണോ എന്നൊക്കെ ചോദിക്കുന്നു ചേച്ചി. ചേച്ചിക്ക് എന്നിട്ട് പിടി കിട്ടുന്നില്ല. സാറേ ഞാൻ ഒരു നിവർത്തിയില്ല. ഞാൻ എങ്ങനെ ചേച്ചി ഞാൻ പറഞ്ഞു ഇത് ഒരു മസിലും ചുമ്മാരിക്കും ദൈവകോപം കിട്ടുമെന്ന്. ചേച്ചി കൃഷ്ണനിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ലാലേട്ടൻ്റെ പുറകെ നടക്കുന്ന നിരോഷായ ആ ക്യാരക്ടർ അങ്ങനെയാണ്. ഈ മസിലും ഒക്കെ കണ്ടിട്ട് അവരുടെ പോയിന്റ് ഓഫ് വ്യൂയിലാണ് ഈ പാട്ട് ചേച്ചി. അതിപ്പോൾ കുറച്ചും കൂടെ അപ്പോഴൊന്നും ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ പാടിപ്പാടി മാരോടലിഞ്ഞും ഈ വിബ്രാട്ടൊക്കെ കൊടുത്ത് ആ ഡൈനാമിക്സ് അങ്ങനെ ചേച്ചി പാടിക്കഴിഞ്ഞ് ഈ അടുത്ത കാലത്ത് തന്നെ ഞാൻ ചേച്ചി അടുത്ത് പറഞ്ഞു, ചേച്ചി വരികളുടെയൊക്കെ അർത്ഥം ചേച്ചിക്ക് അറിയാവോ?
ഇല്ല അത് ഞാനത് പറഞ്ഞു കൊടുത്ത് ഗിരീഷ് പുത്തഞ്ചേരി എൻ്റെ അടുത്ത് പറഞ്ഞ അർത്ഥം ഞാൻ പറഞ്ഞു കൊടുത്തു. അയ്യേ ഇതൊക്കെയാണ് എന്നെ കൊണ്ട് പാടിച്ചത്. അത് ചിത്ര ചേച്ചി. പിന്നെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് വേണേൽ കിട്ടും. ഇതുപോലുള്ള ഈ ഐറ്റം നമ്പറിലൊക്കെയാണ് ചേച്ചി മുട്ടുകുത്തി വീടുന്നത്. ചേച്ചിക്ക് അത് പെട്ടെന്ന് പിടി കിട്ടത്തില്ല. പിന്നെ അതേലേ ഇത് പറ്റത്തില്ല ചേച്ചിക്ക്, ഇത് പറ്റത്തതേ ഇല്ല. ഇതിങ്ങനെ പാടുമ്പോൾ ചേച്ചിക്ക് ഒരു അത്ഭുതമാണ്. പക്ഷെ അതെങ്ങനെയാ അതെന്ന് ഇത്രയും പാട്ട് പാടിയ ആളെ ഇത് ഇങ്ങനെയുള്ള ചില ഐറ്റങ്ങൾ ചേച്ചി പെട്ടുപോകും. അപ്പോൾ എന്തൊക്കെയാലും എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി അസാധ്യമായിട്ട് പാടുന്നുണ്ട്. ഇതിനപ്പുറത്തൊന്നുമില്ല എനിക്ക് പറയാൻ. പിന്നെ മോളെ എന്തോ ഉഗ്രമായിട്ട് പാടിയിടാം. താങ്ക് യു സാർ. അസാധ്യമായിട്ട് പാടി. എനിക്ക് കുറേ ഇഷ്ടം. ആ ഋഷഭം മാത്രം ഒന്നും അത് കുഴപ്പമില്ല, നിനക്കത് കണ്ണ് കിട്ടാതിരിക്കും ആ ഋഷഭം കൊണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് കുറേ 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 ഇഷ്ടമായി മോളെ. താങ്ക് യു സാർ. കാര്യം എൻ്റെ ഒരു കോമ്പറ്റീഷൻ അതിമനോഹരമായിട്ട് പാടി. ഒന്നും പറയാനില്ല. ലവ് യു. ലവ് യു ടു സാർ. താങ്ക് യുടാ. സൂപ്പർ. ഓക്കെ, മാർക്സ് വെക്കാം. ചോദിക്കാം. ഹരിച്ചേട്ടാ ഇനി എന്ത് വേണം? അതെ. അവിടുന്ന് തന്നെ ഓസ്കാർ കിട്ടിയില്ലേ? 9.3. താങ്ക് യു സാർ. സൂപ്പർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക? I'm giving you 9.5. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ശരത് സർ? 9.4 മോളെ. താങ്ക് യു സാർ. താങ്ക് യു സർ. താങ്ക് യു. സോ ടോട്ടൽ 28.2 മാർക്സ്. അടിപൊളി. അവിടെ നിൽക്കി, ഒരു ചടങ്ങുണ്ട്. ഓ 340 രൂപ. സൂപ്പർ.